ഡാം 999 എന്ന ചിത്രം മുല്ലപ്പെരിയാർ വിഷയത്തിൽ കേരളത്തിൻ്റെ നിലപാടുകളെ സാധൂകരിക്കുന്നുവെന്നതിനാലാണ് തമിഴ്നാട് സർക്കാർ തങ്ങളുടെ നിലപാടുകളും അതേ നാണയത്തിൽ തന്നെ പ്രചരിപ്പിക്കാൻ തീരുമാനിച്ചത്. മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ചരിത്രവും കരാറിൻ്റെ വിശദാംശങ്ങളുമൊക്കെ അവതരിപ്പിക്കുന്ന ഹ്രസ്വ ചിത്രത്തിൽ ഡാമിനെ ശക്തിപ്പെടുത്താനായി അറ്റകുറ്റപ്പണികൾ നടത്തിയ രീതി വരെ ഗ്രാഫിക്സിൻ്റെ സഹായത്തോടെ അവതരിപ്പിക്കുന്നുണ്ട്. മുല്ലപ്പെരിയാർ ഡാമിന് ബലക്ഷയമില്ലെന്നും ഡാം പൊട്ടുമെന്ന കേരളത്തിൻ്റെ വാദം നുണപ്രചാരണം മാത്രമാണെന്ന് സ്ഥാപിക്കുന്നതാണ് അരമണിക്കൂറിലേറെ വരുന്ന ഹ്രസ്വചിത്രം. അതേസമയം കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കൾക്കും മുല്ലപ്പെരിയാർ സമരസമിതി നേതാക്കൾക്കുമൊക്കെ തമിഴ്നാട്ടിൽ ഭൂമിയുണ്ടെന്നും അതിൻ്റെ വിശദാംശങ്ങൾ തമിഴ്നാട് സർക്കാർ ശേഖരിച്ചുവെന്നുമുള്ള അഭ്യൂഹത്തിന് അടിസ്ഥാനമില്ലെന്ന് തമിഴ്നാട് പോലീസിലെ ഉയർന്ന ഉദ്യോഗസ്ഥൻ പറഞ്ഞു. മുല്ലപ്പെരിയാർ പ്രശ്നം രൂക്ഷമായ സമയത്ത് താഴ്വരയിൽ താമസിക്കുന്നവരുടെ, പ്രത്യേകിച്ച് നൂറുകണക്കിന് ഏക്കറുകളിൽ വ്യാപിച്ചു കിടക്കുന്ന ഫാം ഹൗസുകളിൽ താമസിക്കുന്നവരുടെ വിവരങ്ങൾ ശേഖരിച്ചിരുന്നു. അതിൽ മലയാളിയെന്നോ തമിഴിനെന്നോ വ്യത്യാസമില്ലായിരുന്നു. സുരക്ഷാ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമായിരുന്നു ആ പരിശോധനയെന്നും ക്രമസമാധാനത്തിൻ്റെ ചുമതലയുള്ള DIG പ്രതികരിച്ചു. ജി പ്രസാദ് കുമാർ, അമൃത ന്യൂസ്, ചെന്നൈ.